ഹേ ഗൈസ്, ഇന്നതാ നമ്മുടെ അരുവായി ചെറുവരമ്പത്തുകാവ് പൂരാണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും പൂരം കാണാൻ പോകാമെന്ന് വിചാരിച്ചിട്ട് ഇതാ എല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീടിനടുത്ത ചേച്ചിമാരുണ്ട്, പൊന്നുവിൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്. അങ്ങനെ നമ്മളൊരു ടീമായിട്ട് തന്നെയാണ് പൂരം കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുനിന്ന് കുറച്ച് ദൂരമുള്ളൂ. അപ്പോൾ ഈ ഒരു പാടത്ത് കൂടി വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. വേറെ വഴിയുണ്ട്, പക്ഷെ എന്നാലും നമുക്ക് എളുപ്പം ഇതായിരുന്നു. അപ്പോൾ നമ്മളിത് ഈ പാടത്ത് കൂടി ഇങ്ങനെ നടന്ന് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൂരം കഴിഞ്ഞ പ്രാവശ്യം അതിന് മുമ്പത്തെ പ്രാവശ്യം ഈ പൂരത്തിന് വന്നിട്ട് നമ്മുടെ പൊന്നുനെ കാണാണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ പിന്നെ പറയാം. അപ്പോൾ എന്തായാലും നമ്മളവിടെ എത്തിയതാ ഓരോ ടീമിൻ്റെ ആനകളും ഇങ്ങനെ വന്ന് അങ്ങനെ ഫുള്ള് എല്ലാവരും ഇങ്ങനെ നിരന്ന് നിൽക്കാൻ വേണ്ടി പോവാൻ കേട്ടോ. ആ ഒരു കാഴ്ച ഒരു അടിപൊളി കാഴ്ച തന്നെയാണ്. അപ്പോൾ ഓരോ ആനകളും ഇങ്ങനെ മെല്ലെ മെല്ലെ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എല്ലാവരെയും അവിടെ നിർത്തിയിട്ട് നമുക്ക് പിന്നെ കാണാം. പിന്നെ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ മേടിച്ച് കഴിച്ചു. അപ്പോൾ ചിക്കുവിൻ്റെ ഫ്ലേവറാണ് കഴിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മുടെ ഓരോ സൈഡിൽ നിന്നും ഓരോരോ ടീമിൻ്റെ ആനകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ ആൾക്കാരെന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഇതൊരു ഗംഭീര പൂരം തന്നെയാണ്. നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ ഓരോ ആനകളും വരുന്നതൊക്കെ നോക്കി നിൽക്കാൻ കേട്ടോ. പിന്നെ ആന ഇടയോ എന്നൊക്കെ ഉള്ളൊരു പേടി ഉണ്ടായിരുന്നു. പിന്നെ എനിക്കാണെങ്കിൽ ആന ഇടയണം എന്നൊക്കെ ഒരു തോന്നലുണ്ടായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ അറിയാം. സംഭവം കുറച്ച് റിസ്ക് ആണെങ്കിലും നമുക്കൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. പക്ഷെ എന്തോ ആന ഇടഞ്ഞില്ല ഈ പ്രാവശ്യം. ഞാനങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടാന്ന് തോന്നുന്നു. എന്തായാലും ആന ഇടഞ്ഞില്ല. അങ്ങനെ നമ്മുടെ എല്ലാ ആനകളും ഇങ്ങനെ നിരന്ന് നിന്നിട്ടുണ്ട് കേട്ടോ. ആ ഒരു കാഴ്ച അതൊരു ഗംഭീര കാഴ്ച തന്നെയാണ് കേട്ടോ. ഭയങ്കര രസമാണ് അത് കാണാനായിട്ട്. അപ്പോൾ എന്തായാലും ആനയൊന്നും അടഞ്ഞില്ല ഗൈസ്. പക്ഷെ കുറേ അടിയൊക്കെ ഉണ്ടായി കേട്ടോ. കുറേ ആൾക്കാർ തമ്മിൽ അങ്ങോട്ടും ഇടും ഉണ്ടെന്നുള്ള അടിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ നമ്മൾ കണ്ടു. പിന്നെ നമ്മളിതാ ഈ സംഭാരം കുടിക്കാൻ വെച്ചിട്ട് വന്ന് അങ്ങനെ സംഭാരമൊക്കെ കുടിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു വ്യൂ കേട്ടോ. എല്ലാ ആനകളും ഇങ്ങനെ നിൽക്കുമ്പോൾ എന്തൊരു രസമാണ്. പിന്നെ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. വൈകുന്നേരമൊക്കെ ആയപ്പോൾ സന്ധ്യാനേരമൊക്കെ ആയപ്പോൾ ഇതായിരുന്നു ഒരു വ്യൂ. പിന്നെ രാത്രി ഒരു 7 ആയപ്പോഴേക്കും നമ്മുടെ പരിപാടി വല്ല അവസാനിച്ചു. ആനകളൊക്കെ പിന്നെ തിരിച്ചു പോവാണ്. കൊട്ടുകാരൊന്നും ഇപ്പോൾ പോവില്ല കേട്ടോ. കാരണം ഇനി ഗംഭീര ഒരു കൊട്ട അവിടെ നടക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പാണിത്. പിന്നെ ആനകളൊക്കെ ഓരോരോ ആനകളായിട്ട് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട്. ആന ഇടയെന്ന് വിചാരിച്ചു, പക്ഷേ അത് നടന്നില്ല. പിന്നെ അടി എന്തായാലും ഉണ്ടാവുമെന്ന് ഉറപ്പായിരുന്നു. അതെന്തായാലും കണ്ടു. അത്യാവശ്യം ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളും കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മുടെ പൊന്നുനെ കാണാണ്ടായ കേസ് ഞാൻ പറഞ്ഞല്ലോ. അത് കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം ഇതുപോലെ പൂരത്തിന് വന്നിട്ട് പൊന്നൂനെയും അപ്പയുടെ കൂട്ടുകാരൻ്റെ 2 പിള്ളേരെയും കാണാണ്ടായി. ഇവരെവിടെയൊന്നും ഒരു അറിവും ഉണ്ടായിരുന്നില്ല കൈസ്. എന്നിട്ട് എങ്ങനെയൊക്കെയോ തിരിച്ച് കിട്ടി. പിന്നെ ഞാൻ പൊന്നിനെ കാണാണ്ടായ കഥ വല്ലാണ്ട് വിശദീകരിക്കാനൊന്നും നിൽക്കുന്നില്ല. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോരുകയാണ്. ആ പോരുമ്പോഴാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസൊക്കെ ചെയ്യുന്ന ഈ ഒരു ഫാമിലിയെ കണ്ടത് കേട്ടോ. ഇവർ അടിപൊളിയാണ്. എനിക്ക് ഇവരുടെ വീഡിയോസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മളവരെ കണ്ടു സംസാരിച്ച് ഒരു ചാടില്ലാത്ത പാവ ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ അതാണ് നമ്മളിതൊക്കെ കണ്ടിട്ട് തിരിച്ചു പോരുകയാണ് കേട്ടോ ഗൈസ്. വഴിയിലൊക്കെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയുള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.